ഉയർന്ന കരിയർ സ്വപ്നം കാണുന്നവർക്കായി ഡാഫോഡിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ ഡെവലപ്മെന്റ് അവസരമൊരുക്കുന്നു. എമർജൻസി മെഡിസിൻ വിഭാഗത്തിലുള്ള ടെക്നീഷ്യൻ, ഡിപ്ലോമ, PG കോഴ്സുകളാണ് ഡാഫോഡിൽ നൽകുന്ന വാഗ്ദാനം. മെയ് 15 ക്ലാസുകൾ ആരംഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട സെമിനാറിൽ നിരവധി പേർ പങ്കെടുത്തു. മികച്ച കരിയറും ഉയർന്ന ശമ്പളവും ശോഭനമായ ഭാവിയും നിങ്ങളുടെ സ്വപ്നമാണോ? എങ്കിൽ ഇനി ഒട്ടും മടിക്കണ്ട. കോതമംഗലം ഡാഫോഡിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ ഡെവലപ്മെൻറ്റിൽ ആരംഭിച്ചിട്ടുള്ള എമർജൻസി മെഡിസിൻ വിഭാഗത്തിലുള്ള ഡിപ്ലോമ, PG കോഴ്സുകളിൽ ചേരുക. കോതമംഗലത്ത് കോളേജ് റോഡിൽ മെൻഡർ സ്ക്വയറിലാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം. പുതിയതായി ലോഞ്ച് ചെയ്യുന്ന കോഴ്സുകളുടെ വിശദാംശങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്കായി ഇവിടെ പ്രത്യേക സെമിനാർ ശനിയാഴ്ച സംഘടിപ്പിച്ചു. ഏറ്റവും പുതിയതായി ലോഞ്ച് ചെയ്യുന്ന ഡിപ്ലോമ, PG ഡിപ്ലോമ കോഴ്സുകളെ കുറിച്ചുള്ള ബോധവൽക്കരണ സെമിനാർ നിരവധി പേർ പ്രയോജനപ്പെടുത്തി. എമർജൻസി മെഡിസിൻ വിഭാഗത്തിലുള്ള ഡിപ്ലോമ, PG കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നവരെ ഉയർന്ന ശമ്പളവും മികച്ച കരിയറുമാണ് കാത്തിരിക്കുന്നതെന്ന് IIEMS കോർപ്പറേറ്റ് റിലേഷൻസ് മാനേജർ സുനിൽ നായർ പറഞ്ഞു. IIMSന്റെ കോഴ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി കുറേ ഡീറ്റെയിൽസ് തന്നു. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അവിടെ നിങ്ങൾക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഫോറിൻ കൺട്രീസ്, ഓവർസീസിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ എക്സാമിനേഷൻസും ഓത്തറൈസ്ഡ് സെൻറ്റർ IIMS ആണ്. അതിപ്പോൾ നിങ്ങൾ ഗൾഫ് കൺട്രീസിലേക്ക് പോകുകയാണെങ്കിലും, US പോകുകയാണെങ്കിലും, UK പോകുകയാണെങ്കിലും, ഓസ്ട്രേലിയയിലേക്ക് പോകുകയാണെങ്കിലും എല്ലാം ഓത്തറൈസ്ഡ് ട്രെയിനിങ് സെൻറ്റർ ആൻഡ് എക്സാമിനേഷൻ സെൻറ്റർ നമ്മൾ തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു, ഗൾഫ് കൺട്രീസിൽ ഏതാണ് AREMT, ഓസ്ട്രേലിയൻ രജിസ്ട്രി ഓഫ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്. US പോകുകയാണെങ്കിൽ NAEMT, നാഷണൽ അസോസിയേഷൻ ഓഫ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്. ലൈക്ക് വൈസ് ഓസ്ട്രേലിയയിൽ നമ്മുടെ ടെലീസിയം എന്ന് പറയുന്നൊരു ബോഡി ഉണ്ട്. ഓക്കെ, ഇത് കൺട്രി ടു കൺട്രി ഡിഫറെൻ്റ് ആണ്. ഈ കൺട്രീസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എക്സാം ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് പാസ്സാവണം. അത് കഴിഞ്ഞാൽ പിന്നെ മിനിസ്ട്രിയുടെ എക്സാംസ് നിങ്ങൾ പാസ് ചെയ്യണം. ഈ മിനിസ്ട്രിയുടെ അഗെയിൻ ഓത്തറൈസ് ട്രെയിനിങ് സെൻറ്റർ IIMS തന്നെയാണ്. ഇപ്പോൾ ഉള്ള കൊച്ചി സെൻറ്ററിലാണ് ഈ എല്ലാ ട്രെയിനിങ് സെൻറ്റേഴ്സും നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ATLS എന്ന് പറയുന്ന കോഴ്സാണ്, ഡോക്ടേഴ്സിനുള്ളൊരു കോഴ്സാണ്. അത് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്ത്യയിൽ ചെയ്യുന്ന പ്രോഗ്രാം. ഒരു മാസം 30 ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു വാട്ട് ഐ സെഡ് ഏർലിയർ, നമുക്കുള്ള വേക്കൻസീസ് ഒരു ഹോസ്പിറ്റലിൽ 5 എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ്റെ റിക്വയർമെൻറ്റ് വരുവാണെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ ഹോസ്പിറ്റൽസും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ഓരോ ഹോസ്പിറ്റലും 5 EMT വേണമെങ്കിൽ ഇന്ത്യയിലത്തെ EMT റിക്വയർമെൻറ്റ് എന്തായിരിക്കും? ആ ഒരു നമ്പർ ഓഫ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസിൻ്റെ ആവശ്യം ഈ വരുന്ന 1.5 വർഷത്തിലുണ്ടാവും. അപ്പോൾ നമ്മുടെ എത്ര തന്നെ നമ്മൾ സ്റ്റുഡൻസിനെ എടുത്താലും നമുക്ക് പിള്ളേർ തികയില്ല. ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ വി വിൽ ഹാവ് എ ഷോർട്ടേജ്. കാരണം ബാക്കി ഹോസ്പിറ്റലിലെല്ലാം ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ് വരുന്നത്. ഓക്കെ, എയർ ആംബുലൻസ് ടീം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ്, ഇൻഡസ്ട്രിയൽ സെക്ടർ, മൈനിംഗ് ഇൻഡസ്ട്രി, ടെക്നോളജി അസിസ്റ്റന്റ്, ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ, ഇന്റർനാഷണൽ NGO എമർജൻസി യൂണിറ്റ്, എയർപോർട്ട് ആൻഡ് ഇൻഡസ്ട്രിയൽ എമർജൻസി ടീം, ആംബുലൻസ് പേഴ്സണൽ, എമർജൻസി റെസ്പോൺസ് കോർഡിനേറ്റർ, അഡ്മിനിസ്ട്രേറ്റർ ഇൻ എമർജൻസി മെഡിക്കൽ സർവീസ് തുടങ്ങിയവയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. 17 വയസ്സ് തികഞ്ഞവർക്ക് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാം. +2-ന് 45% മാർക്കെങ്കിലും ലഭിച്ചിട്ടുള്ളവർക്കാണ് പ്രവേശനം ലഭിക്കുക എന്ന് MDയും co-ഫൗണ്ടറുമായ രതീഷ് കുമാർ V മീഡിയ 60യോട് പറഞ്ഞു. അതിന് സുനിൽ സാർ പറഞ്ഞതുപോലെ IIEMS, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമർജൻസി മെഡിക്കൽ സർവീസ്, ഇനി ഫ്യൂച്ചറിൽ എന്താണ് മെഡിക്കൽ നഴ്സിംഗ് എന്ന് പറയുന്നതിൽ മുകളിൽ എന്ത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരേ ഒരു ഓപ്ഷനാണ് EMT. അതാണ്. അതിൽ 2 കോഴ്സുകളാണ് നിങ്ങൾക്കായിട്ടുള്ളത്. ഒന്ന് DMT, ഡിപ്ലോമ ഇൻ എമർജൻസി മെഡിക്കൽ ടെക്നോളജീസ് PG. 2 കോഴ്സുകളാണ് നിങ്ങൾക്കായിട്ടുള്ളത്. ഇതിൽ 2 കോഴ്സിൽ ഏത് നിങ്ങൾ തിരഞ്ഞെടുത്താലും ഇനി ഫ്യൂച്ചറിൽ എവിടെ പോകുന്നുണ്ടെങ്കിലും സർട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, ഓത്തറൈസ് ട്രെയിനിങ് സെൻറ്റർ എന്നുള്ളതിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് IIEMSനെ ആയിരിക്കും. അതുകൊണ്ടാണ് IIEMSമായി ഞങ്ങൾ ഡാഫോഡിൽസും IIEMSും കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു കോഴ്സുകൾ ഞങ്ങളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 2 കോഴ്സുകളാണ് ഓൾറെഡി പറഞ്ഞത്, ഡിപ്ലോമ ഇൻ എമർജൻസി മെഡിക്കൽ ടെക്നോളജീസ് ആൻഡ് PG ഡിപ്ലോമ ഇൻ എമർജൻസി മെഡിക്കൽ ടെക്നോളജി. സോ ഈ 2 കോഴ്സുകൾ പഠിക്കും. നിങ്ങളുടെ കരിയറിലേക്കൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയായി ഞങ്ങൾ നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. +2 കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ എന്ന കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എമർജൻസി മെഡിക്കൽ ടെക്നോളജി സെലക്ട് ചെയ്യാം. 2 വർഷത്തെ കോഴ്സാണ്. 1 വർഷം പ്രാക്ടിക്കലും 1 വർഷം ഹോസ്പിറ്റൽ അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങുമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. PG ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നഴ്സിംഗ് പഠിച്ചതോ അല്ലെങ്കിൽ അലയൻസ് ആയിട്ട് മെഡിക്കൽ കോഴ്സ് ഏത് ചെയ്തവരായിക്കോട്ടെ, ആയുഷ് ഡോക്ടേഴ്സ്, BDS ചെയ്ത ആർക്ക് വേണമെങ്കിലും PG കോഴ്സ് എടുക്കാവുന്നതാണ്. PG കോഴ്സ് 1 ഇയർ ടൈം പീരീഡ് ആണ്. 1 ഇയർ കഴിഞ്ഞ ശേഷം പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻറ്റ് 100% ഞങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. ഇന്ത്യയിലും എബ്രോഡുമായിരിക്കും നിങ്ങളുടെ കംപ്ലീറ്റ് പ്ലേസ്മെൻറ്റ് ചെയ്തു തരുന്നത്. ഡിപ്ലോമയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 വർഷത്തേക്ക് വെറും 2,60,000 രൂപയ്ക്കാണ് ഞങ്ങൾ ഈ കോഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. PG ഡിപ്ലോമ ആയിക്കോട്ടെ, അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വെറും 1,60,60,000 രൂപ മാത്രം.
So join us, secure your future. 100% ജോബ് അസിസ്റ്റന്റ്, ഗ്ലോബൽ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്, സിമുലേഷൻ ലാബ് ആൻഡ് ട്രെയിനിങ് ആംബുലൻസ്, ഹാൻഡ്സ് ഓഫ് എമർജൻസി കെയർ എക്സ്പീരിയൻസ്, പാർട്ട്ണർഷിപ്പ് വിത്ത് ലീഡിംഗ് ഹോസ്പിറ്റൽസ് ആൻഡ് എമർജൻസി മെഡിക്കൽ സർവീസ്, ബൂമിംഗ് സെക്ടർ ഹബ് എന്നിവയടക്കം ഡാഫോഡിൽസ് ഉറപ്പു നൽകുന്നുണ്ട്. വിദേശ ജോലിയും ഉയർന്ന വരുമാനവും സ്വപ്നം കാണുന്നവർക്ക് വലിയ അവസരമാണ് ഡാഫോഡിൽ ഒരുക്കിയിട്ടുള്ളത് എന്ന് സുനിൽ നായർ അറിയിച്ചു. നഴ്സുമാർ എക്വിപ്ഡ് അല്ല, അതുപോലത്തെ അവിടുത്തെ ഡോക്ടേഴ്സ് ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ RMO ആയിരിക്കും. അവർ ക്വാളിഫൈഡ് അല്ല ഈ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ നെഗ്ലിജൻസ് ഡെത്ത് എന്ന് പറയുന്ന ഒരു സംഭവം അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇതിലെല്ലാം മിക്കതും സംഭവിക്കുന്നത് സ്ട്രോക്കാണ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഇനി മുതൽ നമുക്ക് JCI, എന്താണ് JCI? ജോയിൻറ്റ് കമ്മീഷൻ ഇൻ്റർനാഷണൽ ഹോസ്പിറ്റൽസിനെ അക്രഡിറ്റ് ചെയ്യുന്ന ബോഡി. അവർ പറഞ്ഞു ഇനി മുതൽ ഏത് ഹോസ്പിറ്റലിലും എമർജൻസി അല്ലെങ്കിൽ ഡിസാസ്റ്റർ വരുന്ന പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ എമർജൻസി മെഡിസിനിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർ തന്നെ വേണം. ഇപ്പോൾ നമുക്ക് ഓങ്കോളജി ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്നു, പീഡിയാട്രിക്സ് കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നു, അതുപോലെ എമർജൻസി ആക്സിഡൻറ്റ് കേസുകൾ വന്നാൽ എമർജൻസി മെഡിസിൻ ക്വാളിഫൈ ചെയ്ത ഡോക്ടർ മാത്രമേ പാടുള്ളൂ. അതുപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന നേഴ്സുമാർ ഇതിന് ക്വാളിഫൈഡ് അല്ല. അപ്പോൾ നമുക്ക് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസിനെ വേണം. അപ്പോൾ അതൊരു പുതിയ സ്ട്രീമായി. അപ്പോൾ ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഇപ്പോൾ എമർജൻസി മെഡിക്കൽ ടെക്നോളജി എന്ന് പറയുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയും. അമേരിക്കയിൽ ഇതിനെ ഒരു കാലത്ത് പാരാമെഡിക്സ് എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ പാരാമെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ്, ലാബ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ ഒരു കോൺസെപ്റ്റ് മാറി. ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് കഴിഞ്ഞ മാസം ഒരു തീരുമാനമെടുത്തു, ഇനി മുതൽ പാരാമെഡിക്കൽ എന്നുള്ള വാക്ക് നിങ്ങൾ യൂസ് ചെയ്യരുത്. നമ്മൾ ഇനി മുതൽ എന്താ പറയാൻ പോകുന്നത്? അലൈഡ് ഹെൽത്ത് സർവീസസ് അല്ലെങ്കിൽ സയൻസസ്, അത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം പാരാമെഡിക്കൽ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷനാണ്. ഇവിടെ ലാബ് ടെക്നീഷ്യൻ ആണെങ്കിൽ US എമർജൻസി ടെക്നീഷ്യനാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി, അലൈഡ് ഹെൽത്ത് സയൻസസ്. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ് രജിസ്ട്രി, അതാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പുതിയ ബോഡി. അവിടെ ഒരു അനക്കം സംഭവിച്ചിട്ടില്ല. അതെനിക്ക് പറയാൻ ചെറിയ വിഷമമുണ്ട്. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു സബ്ജക്റ്റാണ്. കേരള ഗവൺമെൻറ്റും അവരുടെ കൂടെ ലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു റെഗുലേഷനും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്, വേറെ ഒരു കൗൺസിൽ ഫോം ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ പലരെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാം. സർമൗണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് മാനേജിംഗ് ഡയറക്ടർ അമിത് ബാബു, ഡയറക്ടർ ശ്രീലാൽ, ഡാഫോഡിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ ഡെവലപ്മെന്റ് കോഴ്സ് കോർഡിനേറ്റർ സ്നേഹ എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി. ഹെൽത്ത് കെയർ സ്കിൽ കൗൺസിൽ, അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ, ഇന്റർനാഷണൽ ട്രോമോ ലൈഫ് സപ്പോർട്ട്, അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ്, അഡ്വാൻസ്ഡ് ട്രോമോ കെയർ ഫോർ നഴ്സസ്, അമേരിക്കൻ അക്കാദമി ഓഫ് ക്ലിനിക്കൽ ടോക്സിക്കോളജി, നാഷണൽ ഡിസാസ്റ്റർ ലൈഫ് സപ്പോർട്ട് ഫൗണ്ടേഷൻ എന്നിവയെല്ലാം അസോസിയേഷൻ ഓഫ് IIEMSൽ ഉൾപ്പെടുന്നു. PGDMT, Postgraduate Diploma in Emergency Medical Technology. This is 1-year course and the eligibility criteria for PGDMT are BDS, MBBS doctors, BSc Nursing, BSc Allied Science and IELTS students. In this 1-year course, we will have theory, simulation and practical. In practical, students will be given clinical ambulance attachment training. The starting salary in India after completion of this course is like from 1.5 lakhs, and the offline classes can be like the timing of the offline classes can be finalized after discussion with our medical panel. മികച്ച സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധർ നൽകുന്ന ക്ലാസുകളും ഡാഫോഡിൽസ് നൽകുന്ന ആകർഷണമാണ്. ഒരൊറ്റ കോളിൽ നിങ്ങളുടെ കരിയർ തന്നെ മാറിയേക്കാം. 9048011119 എന്ന നമ്പറിൽ വിളിക്കൂ. ഭാവി തെളിച്ചമുള്ളതാവട്ടെ. ബിസിനസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.